ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ GNP, GDP, NNP പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് എടുക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എന്താണെന്നാണ്. അപ്പം ഇതിൽ ദേശീയ വരുമാനത്തിൻ്റെ നമ്മുടെ ഇപ്പോൾ നാഷണൽ ഇൻകത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് വെൻ വി ഡിവൈഡ് ദ നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ വി ഗെറ്റ് പെർ ക്യാപിറ്റ ഇൻകം. അതായത് നമ്മുടെ നാഷണൽ ഇൻകം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് പോപ്പുലേഷനുമായിട്ട് നോക്കുമ്പം ഒന്നുകൂടെ പറഞ്ഞത് നാഷണൽ ഇൻകത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം പോപ്പുലേഷനും കൊണ്ട് ഹരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. അതായത് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ എന്താണ് നമ്മുടെ മൊത്തം ടോട്ടൽ പോപ്പുലേഷൻ, ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. കൂടാതെ ഇറ്റ് ഹെൽപ്സ് ടു നോ ദ എക്കണോമിക് പൊസിഷൻ ഓഫ് എ കൺട്രി ആൻഡ് ടു കമ്പയർ ഇറ്റ് വിത്ത് അതർ കൺട്രീസ്. അതായത് നമുക്ക് എന്താണ് ഇങ്ങനെ കിട്ടുന്ന ആ ഒരു രാജ്യം നമ്മുടെ അതർ കൺട്രീസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കൺട്രിയുടെയൊക്കെ എക്കണോമിക് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാനും ഈ ഒരു പെർ ക്യാപിറ്റ ഇൻകം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഡിവൈഡഡ് അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അതായത് നാഷണൽ ഇൻകത്തെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അടുത്ത ഇവിടെ പറയുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം. നമ്മളെ നാഷണൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ മുകളിൽ പഠിച്ചതൊക്കെ എന്താണ് നമ്മുടെ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കുറച്ച് കണക്കുകളാണ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ നാഷണൽ ഇൻകം ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് വേ ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് എ കൺട്രി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ ഇൻകം. ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഫോർ എക്കണോമിക് പ്രോസ്പെറിറ്റി. അതായത് നമ്മൾ ഈ നാഷണൽ ഇൻകത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കൺട്രിയുടെ എക്കണോമിക് സിറ്റുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഒരു കൺട്രിയുടെ ഇപ്പോൾ ഇന്ത്യേൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നാഷണൽ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. കൂടാതെ തന്നെ ഈ എക്കണോമിക് പ്രോസ്പെറിറ്റിക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കേണ്ടത് എന്താണ്, നെസസറി ആണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ്. When production increases, the rewards of factors of production like land, labor, capital and organization also increases. അതായത് ഈ പ്രൊഡക്ഷൻ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 കാര്യങ്ങൾ ഉണ്ടായാലേ നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ, ഉൽപ്പാദനം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എന്ത് ചെയ്യുന്നു, അതിന് കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ റിവാർഡ്സും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ വെഹിക്കിൾസ് എടുക്കാം. കാർ കമ്പനി അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടുമ്പം അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആൾക്കാർ അത് കൂടുതൽ വാങ്ങും. അപ്പോൾ കൂടുതൽ പണം നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിച്ചേരും. ഇത്രയേ പറയുന്നുള്ളൂ. കൂടാതെ the increase in rewards such as rent, wages, interest and profit results in increased consumption and investment. അതായത് നമ്മുടെ ഇങ്ങനെ റിവാർഡ്സ് കിട്ടില്ലേ, ഈ റിവാർഡ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, അതൊക്കെ നമ്മളെ കൺസപ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഇൻ്റർ റിലേറ്റഡ്. പ്രൊഡക്ഷനും ഇൻകവും എക്സ്പെൻഡിച്ചറും അതായത് ഉൽപ്പാദനവും വരുമാനവും ചെലവും തമ്മിൽ ബന്ധമുണ്ട്. ദർ ആർ 3 മെത്തേഡ്സ് ഫോർ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. നമ്മുടെ ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ഉണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. അപ്പം ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ്, പ്രൊഡക്ഷൻ ഇൻക്രീസസ്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇൻകം ഇൻക്രീസ് ചെയ്യും. പിന്നെയും എന്ത് ചെയ്യുന്നു, ഇൻകം നമ്മുടെ കയ്യിലുള്ള വരുമാനം കൂടുമ്പോൾ നമ്മളത് കൂടുതൽ ചിലവാക്കും. പിന്നെ ആ ചിലവാക്കുന്നത് പ്രൊഡക്ഷനിലേക്ക് എത്തുന്നു. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ എന്ത് കൂടുന്നു, ഇൻകം കൂടുന്നു.
ഇങ്ങനെ ഇതൊരു റീസൈക്കിൾ പോലെ സൈക്കിൾ പോലെ ഇതിപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ 3 കാര്യങ്ങൾ തമ്മിൽ എന്താണ് ഇൻ്റർ റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള മെത്തേഡ്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 മെത്തേഡ്സാണ്: പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇതിൽ പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞുതരാം. Under the product method, the national income is calculated by adding up the money value of goods and services produced by the primary, secondary and tertiary sectors. It is useful for assessing the contribution of each of the sectors towards the national income. It is also used to analyze which sector contributes the most to national income. അതായത് നമ്മുടെ ഇപ്പം എക്കണോമിയിൽ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട് അല്ലേ? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സെക്ടേഴ്സ്. ഇപ്പം പ്രൈമറിയിലാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറൊക്കെ ജോലിയൊക്കെ പ്രൈമറിയിൽ വരും. സെക്കൻഡറി ആണെങ്കിൽ ഇൻഡസ്ട്രി വർക്കൊക്കെ അതിൽ വരും. ടേർഷ്യറി ആണെങ്കിൽ ഹോസ്പിറ്റൽ, പിന്നെ ടീച്ചിങ്, അതൊക്കെ ഇതിൽ വരും. അപ്പോൾ ഇങ്ങനെ ഈ 3 സെക്ടേഴ്സിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയൊക്കെ മണി വാല്യൂ കണ്ടെത്തിയിട്ട് നാഷണൽ ഇൻകം കണക്കാക്കുന്ന രീതിയാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. ഈ നാഷണൽ ഇൻകത്തിൽ ഈ മേലെ പറഞ്ഞിട്ടുള്ള 3 മേഖലകളുടെയും അല്ലെങ്കിൽ സെക്ടേഴ്സിൻ്റെയും പിന്നെ എന്താ പറയുക, അവരുടെയൊക്കെ പങ്ക് അല്ലെങ്കിൽ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ് സഹായകരമാണ്. അതായത് ഇപ്പം അഗ്രികൾച്ചറൽ സെക്ടർ, അതായത് പ്രൈമറി സെക്ടറിൽ അഗ്രികൾച്ചർ വരും അല്ലേ? അഗ്രികൾച്ചർ ആ ഒരു മേഖലയിൽ എത്രത്തോളം നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായെന്ന് കണ്ടെത്താൻ നമുക്ക് പ്രൈമറി സെക്ടർ പരിശോധിച്ചാൽ മതി. അതുപോലെ സെക്കൻഡറി സെക്ടറിൽ നോക്കിയാലും ടെർഷ്യറി സെക്ടറിൽ നോക്കിയാലൊക്കെ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൽ എന്തൊക്കെ ഈ സെക്ടേഴ്സ് വഹിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഇൻകം മെത്തേഡാണ്. എന്താണ് ഇൻകം മെത്തേഡ്? യു നോ ദാറ്റ് ഇൻകം ഈസ് ദ റിവാർഡ് റിസീവ്ഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. In income method, national income is calculated based on rent, wages, interest and profit, which are rewards for factors of production. This method is helpful in analyzing the contributions of each factor of production to the national income. അതായത് ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ലഭിക്കുന്ന റിവാർഡ്സ് അല്ലെങ്കിൽ പ്രതിഫലമാണ് ഈ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ, നിങ്ങളുടെ പേരൻസ് ജോലി ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു റിവാർഡാണ് ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരുമാനം. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ലഭിക്കുന്ന ഇതുപോലത്തെ എന്താണ് സാലറി, എന്തൊക്കെയാണ് പറഞ്ഞത്? റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. റെൻറ്റ് എന്ന് വെച്ചാൽ വാടക, വേജ് ശമ്പളം, ഇൻട്രസ്റ്റ് പലിശ, പ്രോഫിറ്റ് ലാഭം. ഈ കാര്യങ്ങളൊക്കെ 4 കാര്യങ്ങളൊക്കെ എന്താണ്? പിന്നെ ഈ 4 കാര്യങ്ങൾ തമ്മിൽ എന്താണ്? ഇൻ്റർ റിലേറ്റഡ് ആണ്. കൂടാതെ ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. ആ ഒരു രീതിയാണ് ഇൻകം മെത്തേഡ്. അപ്പം മേൽ പറഞ്ഞിട്ടുള്ള ഈ 4 ബേസിസിൽ നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നു. ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് വേർതിരിച്ചറിയാൻ ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. ഇനി നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ നാഷണൽ ഇൻകം ബൈ കാൽക്കുലേറ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ബൈ ഇൻഡിവിജ്വൽസ്, ഫേംസ് ആൻഡ് ഗവൺമെൻറ് ഇൻ എ പെർട്ടിക്കുലർ ഇയർ. അതായത് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വർഷത്തിൽ, ഇപ്പോൾ 2 വർഷമായിക്കോട്ടെ 1 വർഷമായിക്കോട്ടെ, ഒരു വർഷത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ രാജ്യത്തിൽ ഓരോ ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ ഓരോ ഫേംസ് എന്ന് വെച്ചാൽ കമ്പനികൾ അല്ലെങ്കിൽ ഗവൺമെൻറ്, ഇത്രയും 3 കാര്യങ്ങൾക്ക് 3 മേഖലകളിൽ ഉണ്ടായിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. In economics, just like consumption expenditure, investment is also considered as an expenditure. അതായത് ഇപ്പം നമ്മൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്, സാമ്പത്തിക ശാസ്ത്രം. നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ വാങ്ങുന്ന എക്സ്പെൻഡിച്ചറിനോടൊപ്പം കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇതിൽ കണക്കാക്കുന്നുണ്ട്. കൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നോക്കുന്നു. അതുപോലെ ദ സമ്മേഷൻ ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആർ
ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗീവ്സ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെയും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെയും സമ്മേഷനാണ്. അതായത് ഈ മേൽ പറഞ്ഞിട്ടുള്ള ഈ 3 എക്സ്പെൻഡിച്ചർ തമ്മിൽ സമ്മേറ്റ് ചെയ്യുക, കൂട്ടുമ്പോഴാണ് നമുക്ക് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിൻ്റെ ഈ ഒരു ആകെ ചെലവ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് നിക്ഷേപങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തത്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഒരു വർഷത്തിൽ എത്ര തുകയാണ് ചിലവാക്കിയത്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ കൂടെ സമ്മേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ അബ്സല്യൂട്ട് വേർഡ് എന്ന് പറയുന്നത്, അർത്ഥം എന്ന് പറയുന്നത് കൂടിച്ചേരുകയാണ്. അപ്പോൾ ഈ 3 എക്സ്പെൻഡിച്ചറും കൂടെ കൂടിച്ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. Estimation of national income using any of the above 3 methods will give the same results. അതായത് ഇപ്പം നമ്മൾ മേൽ പറഞ്ഞിട്ടുള്ള ഏത് രീതിയിൽ കണക്കാക്കിയാലും നമ്മുടെ ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും. ഇനി പ്രൊഡക്റ്റ് മെത്തേഡിലായിക്കോട്ടെ, ഇൻകം മെത്തേഡിലായിക്കോട്ടെ, എക്സ്പെൻഡിച്ചർ മെത്തേഡിലായിക്കോട്ടെ, ഈ 3 മെത്തേഡിൽ ഏതിൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്താലും കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 മെത്തേഡ്സാണ്. പ്രൊഡക്ഷൻ മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം